നമസ്കാരം. അസിം മുനീർ പാകിസ്ഥാനിലെ 3 സേനകളുടെയും സർവ്വ സൈന്യാധിപൻ എന്ന നിലയിൽ ചുമതലയേറ്റ ശേഷം ആദ്യം മുഴക്കിയത് ഇന്ത്യക്കെതിരെയുള്ള ഭീഷണിയാണ്. തെറ്റിദ്ധാരണകളിൽപ്പെട്ട് ചില മോശമായ തീരുമാനങ്ങൾ എടുക്കരുത്, അത് ഒഴിവാക്കിയില്ലെങ്കിൽ ഇന്ത്യ അപകടം ക്ഷണിച്ചു വയ്ക്കുന്നതാകും എന്നാണ്. അസിം മുനീറിനോട് ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രകോപനം സൃഷ്ടിച്ചാൽ പാകിസ്ഥാൻ മൊത്തത്തിൽ ഇല്ലാതെയാകുന്ന അവസ്ഥയിലേക്കായിരിക്കും നീങ്ങുകയെന്ന്. കാരണം ഏറെക്കുറെ എല്ലാ തീവ്രവാദ കേന്ദ്രങ്ങളും ഇന്ത്യ കൃത്യമായി സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു ഭീകരവാദ കേന്ദ്രങ്ങളും ഇനി ഒരു യുദ്ധമുണ്ടായാൽ അതിജീവിക്കില്ല. പാകിസ്ഥാന് കനത്ത നഷ്ടം തന്നെ ഉണ്ടാകും. പാകിസ്ഥാൻ സൈന്യം എന്നേക്കുമായി ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയിലെത്തും. എന്ന് എത്ര വലിയ മനുഷ്യാവകാശ പ്രശ്നം അതിൻ്റെ പിന്നിലുണ്ടായാലും പാലസ്തീനെ എങ്ങനെയാണോ ഇസ്രായേൽ നേരിട്ടത് അതേ അവസ്ഥയിലായിരിക്കും. ഹമാസിന് വേണ്ടി ഇനി ലോകത്തിലെ എല്ലായിടത്തും കരഞ്ഞതുപോലെ ഇവിടെയും കരഞ്ഞതുപോലെ ഉണ്ടായാൽ പോലും പാകിസ്ഥാനിലുള്ള സൈന്യത്തെ മുച്ചൂടും പിടിച്ചല്ലാതെ ഇനിയൊരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ അതിജീവിക്കില്ല. ചിലപ്പോൾ ഇവിടുന്ന് ഉൾപ്പെടെ പാകിസ്ഥാൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്, മനുഷ്യാവകാശ ലംഘനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷേ അത്തരം കരച്ചിലുകളെ ഒന്നും ഇന്ത്യ വകവയ്ക്കാൻ പോകുന്നില്ല. കൃത്യമായ ഒരു ആക്രമണം പാകിസ്ഥാന് എതിരെ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അപ്പോൾ അസിം മുനീർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ബഹാവൽപൂരിൽ ഭീകരവാദികൾ ഒരു ജോയിന്റ് മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ചു. സംയുക്ത യോഗമൊക്കെ നടന്നു. ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ നേതാക്കന്മാരും അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരുടെയും ഒരു യോഗമൊക്കെ നടന്നു. പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിലും ഖൈബർ പക്ത്വ മേഖലകളിലൊക്കെയും ഭീകരവാദികളുടെ ക്യാമ്പുകൾ വളരെ സജീവമാണ് എന്ന വിവരമൊക്കെ ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞു. കൃത്യമായി ഇനിയൊരു ആക്രമണത്തിന് പാകിസ്ഥാൻ ഏതെങ്കിലും രീതിയിലുള്ള കോപ്പ് കൂട്ടിയാൽ തീർച്ചയായിട്ടും മുൻ സൂചിപ്പിച്ചതുപോലെ ഉള്ള സംഭവങ്ങളെ പാകിസ്ഥാനിൽ നടക്കുകയുള്ളൂ. കിം ജോങ് ഉന്നിന് ഒരു സമാനമായ രീതിയിൽ ഒക്കെ ഉയർന്നു വരാനാണ് ഇപ്പോൾ അസിം മുനീർ ശ്രമിക്കുന്നത്. അപ്പോൾ വളരെ വലിയൊരു പെട്ടെന്നുണ്ടായൊരു വളർച്ചയാണ് അസിം മുനീറിന് അയാളുടെ ഒരു ഔദ്യോഗിക കാര്യങ്ങൾ നോക്കിയുണ്ടല്ലോ അസൂയപ്പെടുത്തുന്ന ഒരു വളർച്ചയാണ് ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയുണ്ടായിരുന്നത്. ഒരു ആർമിയുടെ ഒരു കരിയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ 2019 കോർ കമാൻഡർ ആവുന്നത്, 2022 ആർമി ചീഫ് ആവുന്നുണ്ട്, 2025 ഫീൽഡ് മാർഷൽ ആവുന്നുണ്ട്, ഈ വർഷം തന്നെ സുപ്രീം കമാൻഡർ ആവുന്നുണ്ട്. 2025 അയാൾ സുപ്രീം കമാൻഡർ ആവുന്നു. അപ്പം ആ രീതിയിൽ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു വളർച്ചയാണ് അസിം മുനീറിനുള്ളത്. പക്ഷെ ഇത് ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള അവിടുത്തെ ഭീകരവാദികളെയും മത നേതാക്കന്മാരെയും സോപ്പിട്ട് നേടിയെടുത്ത ഒരു വളർച്ചയാണ് അസിം മുനീറിലുള്ളത്. ആ ഒരു ബുദ്ധി അസിം മുനീർ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെയൊക്കെ ഒരു ഭീഷണി പെടുത്താനൊക്കെ തയ്യാറായത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മാത്രമേ പാകിസ്ഥാനിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതൊരു വസ്തുതയാണ്. എങ്കിലും ഈ രീതിയിലൊക്കെ ആകാമോ? തനിക്ക് ചേർന്ന രീതിയിൽ അല്പം എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരെ പറഞ്ഞിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ ആരെ വേണമെന്ന് തീരുമാനിക്കണം. അത് തെഹ്രീക്ക് താലിബാനെ വേണോ അതോ പാകിസ്ഥാനെ വേണോ, TTP വേണോ അതോ പാകിസ്ഥാനെ വേണോ എന്ന് അഫ്ഗാനിസ്ഥാനോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ രീതിയിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനോടൊക്കെ ചോദിക്കാം. പക്ഷെ ഇന്ത്യയോടൊക്കെ നോക്കുമ്പോൾ മിനിമം നമുക്ക് മേലിൽ മണ്ണ് പറ്റും എന്ന ഒരു കാര്യമെങ്കിലും ഒന്ന് നോക്കണ്ടേ. ഇമ്രാൻഖാനെതിരെയൊക്കെ വളരെ കടുത്ത നിലപാടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അസിം മുനീറിനാവും. കാരണം കുറച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മത നേതാക്കന്മാരെയും ഭീകരവാദികളെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെ ഇമ്രാൻഖാനെ ചിലപ്പോൾ വേണമെങ്കിൽ കൊല്ലാൻ തന്നെ കഴിഞ്ഞേക്കും. അത് ഇമ്രാൻഖാൻ എന്തായാലും പാകിസ്ഥാനിലാണല്ലോ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് വേണോ ചെല്ലും. 2022 ഇമ്രാൻഖാനെ പുറത്താക്കി, 2023 ജയിലിൽ അടച്ചു, 2025 ആയപ്പോൾ അയാൾ സുപ്രീം കമാൻഡറും ആയിട്ടുണ്ട്. ഇനി അയാൾക്കെതിരെ എന്ത് വേണോ, ഇമ്രാൻഖാനെ ഏത് രീതിയിൽ വേണോ ആക്രമിക്കാനായിട്ട് അസിം മുനീറിന് സാധിക്കും. അസിം മുനീറിനെ പോലെ ഒരു സൈന്യാധിപന് എന്ത് വേണോ സാധിക്കുന്ന അവസ്ഥയാണ്. പ്രസിഡന്റ് പോലും അസിം മുനീറിന്റെ മുന്നിൽ തലചൊറിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ഒക്കെ പാകിസ്ഥാനിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. കഴിവതും അവർ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കി, പക്ഷേ സാധ്യമല്ല. കാരണം അത്രമാത്രം അസിം മുനീർ പാകിസ്ഥാനിൽ ശക്തനായിരുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഭീഷണികളുമായി വന്നാൽ അസിം മുനീർ തിരിച്ചു പോകില്ല. അസിം മുനീറിന്റെ സൈന്യവും തിരിച്ചു പോകില്ല, ഭീകരവാദികളും തിരിച്ചു പോകില്ല. വലിയ നഷ്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇനി ഏത് വലിയ രാജ്യങ്ങൾ ഇടപെട്ടാലും, ഏത് അന്താരാഷ്ട്ര സംഘടനകൾ ഇടപെട്ടാലും പാകിസ്ഥാൻ തീരും. വെബ് ഡെസ്ക്
തത്വമൈ ന്യൂസ്.